ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ യു.എസ്. കോൺഗ്രസിൽ പാസാകാത്ത സാഹചര്യത്തിലാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നത്. ധനബിൽ സെനറ്റിൽ പാസാക്കാൻ കഴിഞ്ഞ ദിവസവും ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാത്തതിനാൽ നീക്കം പരാജയപ്പെടുകയായിരുന്നു. ബില്ല് പാസാകണമെങ്കിൽ 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ 2 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത്. ഇതിനുശേഷം ഒരു ഷട്ട്ഡൗൺ ഉണ്ടായേക്കാമെന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ തന്റെ സർക്കാരിന് തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഷട്ട്ഡൗൺ സംബന്ധിച്ച ചർച്ചകളിൽ ഡെമോക്രാറ്റുകൾ സാഹസികത കാട്ടുകയാണെന്നും ട്രംപ് പറഞ്ഞു. യു.എസിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ 1 മുൻപ് ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും. ഇതോടെ അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നിർത്താൻ യു.എസ്. ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഷട്ട്ഡൗൺ. ഷട്ട്ഡൗൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഫലം കണ്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. അതുകൂടി ഫലം കണ്ടില്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് പോകും. ബൈഡൻ ഭരണകാലത്തുണ്ടായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധനബില്ലിനെ ഡെമോക്രാറ്റുകൾ എതിർക്കുന്നത്. 2018-19 35 ദിവസം ഇത്തരത്തിൽ ഷട്ട്ഡൗൺ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.